വെൽക്കം ടു PULI. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നല്ല ചുവന്ന കുറുകുറ ചാറിൽ എരിവും പുളിയും പിടിച്ച നാടൻ തലക്കറിയാണ് ഇന്നുണ്ടാക്കുന്നത്. നെയ്മീൻ അഥവാ കിങ്ഫിഷിൻ്റെ തലയാണ് തലക്കറിക്ക് ഏറ്റവും സ്വാദ്. നെയ്മീൻ ആകുമ്പോൾ നല്ല നെയ്യും സോഫ്റ്റായിട്ടുള്ള ദശയുമാണ്. പറഞ്ഞു കൊതിപ്പിക്കാതെ റെസിപ്പിയിലേക്ക് പോവാം. 2 kg വരുന്ന നെയ്മീൻ്റെ തല കട്ട് ചെയ്താണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വാങ്ങുന്നതാണ് വീട്ടിലുണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒത്തിരി അധികം ചാറ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 തുളം ചൈനീസ് വെളുത്തുള്ളിയാണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് അതാണ് എടുത്തിട്ടുള്ളത്. അതാണ് കുറച്ച് അധികം ആയിട്ട് തോന്നുന്നത്. പിന്നെ 1 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലയും. പച്ചമുളക് കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് തന്നെ ചേർക്കണം. 1 വാളം ചെറിയ ഉള്ളി കട്ട് ചെയ്തതും 1 ചെറിയ സവാള കട്ട് ചെയ്ത് എടുത്തതും മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോപ്പറിൽ തന്നെയാണ് എല്ലാം ഞാൻ അരിഞ്ഞിട്ടുള്ളത്. അതിലേക്ക് തന്നെ 1 തക്കാളി ഇട്ടിട്ട് നല്ല പോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പറിൽ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു ഗുണമുണ്ട്, പെട്ടെന്ന് തന്നെ നല്ല പോലെ വഴണ്ടി കിട്ടും. ഓരോ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും നല്ല പോലെ വഴണ്ടി കിട്ടിയാൽ മാത്രമാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കറി ഉണ്ടാക്കുന്നതിന് 1/2 മണിക്കൂർ മുന്നേ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കൂടി പോരുത്, എന്ന ആവശ്യത്തിന് വേണം തന്നെ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്, നല്ല ഫ്ലേവർ തരും കേട്ടോ. കറിവേപ്പില ഇങ്ങനെ വഴറ്റുമ്പോൾ നല്ലൊരു ഗ്രീൻ കളറിലേക്ക് ഫ്രൈ ആയി വരും. ആ സമയത്ത് വേണം പച്ചമുളക് ചേർക്കാൻ. പച്ചമുളകും നല്ല പോലെ തന്നെ വഴറ്റുക. പച്ചമുളക് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിൻ്റെ പുറത്തെ തൊലി ഇങ്ങനെ വൈറ്റ് കളറിലേക്കാവും. അതുവരെ മൂപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇതും മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മണം പോയി നല്ല പോലെ ഫ്രൈ ആയി ഇതേപോലെ കിട്ടും. ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള 1 സവാളയും കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ സവാള ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കുറച്ച് അധിക അളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മുഴുവനും ചെറിയ ഉള്ളി വെച്ച് ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ സവാള കൂടി എടുത്തത്. സവാളയും ഉള്ളിയും ഒരുമിച്ച് വഴറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ വഴറ്റി ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടണം. നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഇങ്ങനെ ഉള്ളിയുടെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോഴാണ് കറക്റ്റായിട്ട് മൂത്തുവെന്ന് അറിയുന്നത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി ചേർക്കുന്നത് മുഴുവനും കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നല്ല മുളക് പൊടി ചേർക്കുന്നില്ല. അങ്ങനെ ചേർക്കുവാണെങ്കിൽ ഭയങ്കര എരിവായിരിക്കും, കളർ അത്ര കിട്ടുകയില്ല. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ കളർ തരും, പിന്നെ ചെറിയൊരു എരിവും നമുക്ക് കിട്ടും. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മൂക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നല്ല പോലെ പച്ചമണം മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക. ഇത് നല്ലപോലെ വഴറ്റി ഇതിൽ നിന്നും എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് കുറച്ച് ഡ്രൈ ആയി പോണ പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ തിളച്ച് കറക്റ്റ് പുളി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് കുടംപുളി മാറ്റുന്നുണ്ട്. 1 പീസ് കുടംപുളി മാത്രം ഇട്ടിട്ട് ബാക്കി മൊത്തം എടുത്ത് മാറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തലേ ദിവസം വെച്ച ഒരു മീൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ബാക്കി ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന എല്ലാം തണുത്തു പോവില്ല, കുറച്ചായിട്ട് വെള്ളം ചേർക്കുമ്പോൾ. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഈ കായപ്പൊടി ഒരു ടിപ്പാണ് കേട്ടോ, നിങ്ങൾ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണവും രുചിയും നമ്മുടെ കറിക്ക് തരും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം എടുക്കുക. നമ്മുടെ
മീൻ മുഴുവനായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം വേണം. അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. കായം വേണമെങ്കിൽ അതും ചേർക്കാം. ഇനി അടച്ചു വെച്ച് നല്ല പോലെ തിളച്ച് ഇതുപോലെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വരണം. അങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഒന്നുകൂടി ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണെന്ന്. പുളി കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുടംപുളി എടുത്ത് മാറ്റാം. ഒരു പീസ് വേണമെങ്കിൽ ഇട്ടേക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിലേക്കൊക്കെ നല്ല പോലെ പുളി പിടിക്കും. കറക്റ്റ് നമ്മൾ തലേ ദിവസം വെച്ച ഒരു മീൻ കറിയുടെ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മീൻ കറി ഉണ്ടാക്കിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ തല മുഴുവനായിട്ട് ഓരോന്നായിട്ടങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കരുത്, ഇങ്ങനെ തവി വെച്ച് ഇളക്കരുത്. നമ്മളിങ്ങനെ പാത്രം എടുത്ത് ചുറ്റിച്ച് കൊടുത്താൽ മതി. അങ്ങനെ മുഴുവനായിട്ടും നമുക്ക് മുക്കിയിടാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ തവി വെച്ച് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉടഞ്ഞു പോവാതെ ഒന്ന് മുക്കി വെച്ച് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 കറിവേപ്പില തണ്ടും കൂടി വച്ചിട്ട് അടച്ച് നല്ല പോലെ വേവിക്കുവാണ്. നന്നായി തിളച്ച് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തലക്കറി റെഡിയാണ്. 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നല്ല റെഡ് കളറിൽ നല്ല കുറുകിയ ചാറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലക്കറി റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ നെയ്മീനായതുകൊണ്ട് പിന്നെ സ്വാദിൻ്റെ കാര്യം പറയേ വേണ്ട. എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ വേണം. ഇപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കുക. അടുത്തൊരു അടിപൊളി ടേസ്റ്റി ഈസി വിഭവമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.